ഫ്രണ്ട്സ്, അലിനെ മനുവിൻ്റെ വരാനിരിക്കുന്ന വിശേഷങ്ങളൊക്കെ ഏവരും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണാൻ ആരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഉറപ്പിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ അലിനെയും സാൻഡി എല്ലാം കൊളത്തുപള്ളിക്ക് തിരിച്ചു വന്നു. രാവിലെ ഒരു 8-8 തിരിച്ചു വന്നപ്പോഴത്തേക്ക് രാവിലെ കാപ്പൂടിയെല്ലാം കഴിഞ്ഞ് നമ്മുടെ സ്റ്റാൻഡ് തോട്ടത്തിലേക്ക് പോവാണ്. അപ്പോൾ അലീന വീട്ടമ്മയെ പോലെ ഉച്ചയ്ക്കത്തെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിൽ കയറി വേണം. ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് മുറ്റത്തൊരു കാർ വന്നിക്കുകയാണ്. അപ്പം ഈ ജനാലിൻ്റെ ഇടയ്ക്കുള്ളിലൂടെ പുറത്ത് നോക്കുമ്പോഴത്തേക്ക് ധനം നോക്കുമ്പോഴത്തേക്ക് അതിശയിക്കുന്ന രീതിയിൽ തൻ്റെ അച്ഛൻ ബാലചന്ദ്രൻ വന്നിക്കുകയാണ്. അപ്പം പെട്ടെന്ന് ഒരു വെപ്രാളവും ഒരു സന്തോഷവും നിറഞ്ഞ ഒരു രീതിയിൽ നമ്മുടെ അലീന ചാടി ഓടി വരികയാണ്. ചാടി ഓടി വന്ന് അപ്പോഴത്തേക്ക് നമ്മുടെ ബാലചന്ദ്രൻ കാറ് തുറന്ന് പുറത്തിറങ്ങി ധൈര്യത്തോടെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും പക്ഷേ സ്റ്റാൻലിയുടെ പട്ടികളെ പേടിച്ചിട്ട് ഒരുവിധമൊക്കെ എങ്ങനെ പുറത്തിറങ്ങിയെങ്കിൽ പോലും കാറിൻ്റെ ആ ഡോറ് ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ് നമ്മുടെ ബാലചന്ദ്രൻ. അങ്ങനെ നിന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അലീന വന്നത് കണ്ടപ്പോഴത്തേക്ക് ഒരു ഭയങ്കര സന്തോഷം. അങ്ങ് സന്തോഷത്തോടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ചോദിക്കുന്നുണ്ട്, എൻ്റെ അച്ഛൻ ഇവിടെ തന്നെ നിന്നു. അല്ല, ആരിലൊന്നും വരാതെ എങ്ങനെയാണ് കയറി വരുന്നത്? പട്ടികളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ആരിലൊന്നും വരാതെ എങ്ങനെയാണ് ഞാൻ കയറി വരുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ കുഴപ്പമൊന്നുമില്ല, ഞാനിവിടെ ഉള്ളപ്പോഴത്തേക്ക് കുഴപ്പമൊന്നുമില്ല, പട്ടികളൊന്നും ചെയ്യത്തില്ല, കയറി വാ എന്ന് പറയാം. അപ്പോൾ കയറി വന്നിട്ട് അപ്പം ജസ്റ്റ് ഒന്ന് നടന്ന് ഇങ്ങനെ തന്നെ ചോദിക്കും, മോളെ നിനക്ക് സുഖമാണോ എന്ന് ചോദിക്കും. ഉടനെ ചോദിക്കും, അച്ഛൻ കണ്ടിട്ട് എങ്ങനെയുണ്ട് തോന്നുന്നു പറയുമ്പോഴത്തേക്ക്, അതെ നിനക്ക് ഇച്ചിരി കളർ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ്. കളർ വെച്ചിട്ടുണ്ട്. അതിവിടെ തന്നെയല്ല വെച്ചാൽ പുറത്തൊന്നും ഇറങ്ങുന്നില്ല, മാത്രമല്ല ഇവിടുന്ന് വണ്ടിയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത്. അങ്ങനെ അതുകൊണ്ടാണ് നീ പുറത്തൊക്കെ പോകണം. പുറത്തൊക്കെ പറഞ്ഞു. ഞങ്ങൾ ഇവിടെ അല്ലായിരുന്നു, ഞങ്ങൾ പുനലൂരായിരുന്നു, കൊട്ടാരമറ്റം വീട്ടിലൊക്കെ ആയിരുന്നു. അവിടെ സെറ്റായിട്ട് നിൽക്കുമായിരുന്നു. കുറച്ച് ദിവസം ഉണ്ടായിരുന്നു, 3-4 ദിവസം ഉണ്ടായിരുന്നു. വളരെ സന്തോഷം അവിടെ ചെന്നിട്ട്. എങ്ങനെയുണ്ട് മോളെ നിൻ്റെ അച്ഛൻ്റെ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ആദ്യം എതിർപ്പൊക്കെ ഉണ്ടെങ്കിലും പിന്നെ എല്ലാവരും പെട്ടെന്ന് തന്നെ അടുക്കുന്നുണ്ട് വെച്ചാൽ എല്ലാവരും നല്ല സന്തോഷമായിട്ടിരിക്കുന്നു എന്നാണ്. നിനക്ക് സുഖമാണോ മോളെ? അച്ഛനെ കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു? എനിക്ക് തോന്നുന്നുണ്ട്, ഞാനൊന്ന് മോളെന്ന് വിളിച്ചോട്ടെന്ന് വെച്ചാൽ വിളിക്കച്ചാന്ന് പറയാം. അപ്പം എന്നിട്ട് പറയാം മോളെ എന്ന് പറയും. എന്താ അച്ഛാന്ന് പറയും. അപ്പം പറയാം ഒരു സല്യൂട്ടും കൂടെ തന്നാൽ കൊള്ളാന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സല്യൂട്ടും കൂടെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പറയാം അപ്പോൾ ആ സമയത്ത് അവധക്കുട്ടി അച്ഛൻ അങ്ങോട്ട് വരും. അവധക്കുട്ടി അച്ഛൻ ചോദിക്കും, ഇതാരാന്ന് ചോദിക്കും. അപ്പച്ച അറിയത്തില്ല, ഇതാണ് ഞാൻ വേലയ്ക്ക് നിന്ന ആ വീട്ടിലെ അച്ഛൻ. ഈ അച്ഛൻ്റെ വീട്ടിലാണ് ഞാൻ നിന്നത്. ഈ അച്ഛനാണ് എന്നെ ഇവിടെ കൊണ്ടാക്കിയത്. എൻ്റെ പപ്പാൻ എന്നെ കാണിച്ചെന്നതും ഈ അച്ഛൻ കാരണം കൊണ്ടാണ് ഞാനിവിടെ ജീവിച്ചിരിക്കുന്നതും ഒക്കെ എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പം ഇപ്പം ഇങ്ങനെ ഒരു സ്ഥാനത്ത് എത്തിത്തരാൻ ഞാൻ എൻ്റെ മാതാപിതാക്കളെ കണ്ടുമുട്ടിയത് ഈ അച്ഛൻ മുഖേനയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ആണോ, സന്തോഷമുണ്ട്. അപ്പം ഈ നമ്മൾ ഒരിക്കൽ കണ്ടിട്ടുണ്ടല്ലോ അതുകൂട്ടി ചോദിക്കുന്നത്. അതെ, ഞാൻ ആദ്യം വന്നത് അങ്ങോട്ടല്ലേ, പുനലൂർക്കല്ല വന്നത്. പുനലൂർക്ക് വന്ന് അവിടെ നിന്നല്ലേ അഡ്രസ്സ് മേടിച്ച്, സ്റ്റാൻഡിൻ്റെ അഡ്രസ്സ് മേടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നേ. ഓ ശരിയാ. അപ്പം നിങ്ങളെ അന്ന് അത് കഴിഞ്ഞ് സ്റ്റാൻഡിലേക്ക് അലീനെ കൊണ്ടുവിടാൻ വന്നപ്പോഴത്തേക്ക് നിങ്ങളെ കണ്ടില്ല എന്ന് പറഞ്ഞു. അത് ഞാൻ അവിടെ ഇവിടെ ആയിട്ട് നിൽക്കും, ഞാൻ കൂടുതൽ അവിടെയാണ് നിൽക്കുന്നത്. പിന്നെ അലീന മോളെ ആരാന്ന് എന്താണെന്നൊക്കെ തിരിച്ചറിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞാനത് അവിടെ നിന്ന് മാറി ഇപ്പം ഇവിടെ തന്നെയാണ്, എൻ്റെ കൊച്ചിൻ്റെ കൂടെ തന്നെയാണ് എന്ന് പറഞ്ഞു. നല്ല വല്യപ്പനും മോളൊക്കെ നല്ല സന്തോഷത്തിലും ഭയങ്കര ഹാപ്പിയൊക്കെ ആണല്ലോ എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ അതിനിപ്പോൾ എന്താണെന്ന് പറയാം. എന്നിട്ട് അവക്കുട്ടി ചേൻ പറഞ്ഞിട്ടുണ്ട്, മോളെ എന്താണെങ്കിലും നീ അയാളെ വിളിച്ചുകൊണ്ട് അച്ഛനെ വിളിച്ചുകൊണ്ട് അകത്തോട്ട് പോയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് അവക്കുട്ടിയൊക്കെ പറഞ്ഞു വിടുകയാണ്. ചോദിക്കാം. പിന്നെ അകത്തോട്ട് കയറുന്നുണ്ട്. അകത്തോട്ട് കയറി കഴിയുമ്പോഴത്തേക്ക് എന്നാണ്ട് മോളെ വിശേഷം? നല്ല വിശേഷം അച്ഛാ. ഞാൻ അവിടെ പോയേക്കുമായിരുന്നു, പൊന്നൂർ പോയേക്കുമായിരുന്നു. അവിടെ പോയിട്ട് പിള്ളേരുണ്ടായിരുന്നു, ആൻറ്റിമാരുണ്ടായിരുന്നു, അങ്കിളുമാരുണ്ടായിരുന്നു. എല്ലാവരോടും സംസാരിച്ച് പ്രവർത്തിച്ച്. പിന്നെ എൻ്റെ വെല്ലുമ്മച്ചിനെ കണ്ടു. വെല്ലുമ്മച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോയിലാണ് കണ്ടത്, പക്ഷേ എന്നെപ്പോലെ തന്നെ ഇരിക്കുന്നു. അതുകൊണ്ട് എല്ലാവർക്കും ആ ഒരു കാര്യത്തിൽ എന്നോട് ഭയങ്കര തൃപ്തിയും കാര്യങ്ങളും സന്തോഷമുണ്ട്. എല്ലാവർക്കും എന്നെ വലിയ കാര്യമാണ് എന്നൊക്കെ പറയാണ്. അത് കഴിഞ്ഞെന്താ പറയാണ്, ആണോ എല്ലാവരും ഹാപ്പി അല്ലേ, നിന്നെ ആ വീട്ടുകാർ ഏറ്റെടുത്തു, ഇനിയും കുറച്ച് പേരും കൂടെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പം ഒരു വീട്ടുകാരൻ തന്നെയായിരുന്നു, ഇനിയിപ്പോൾ നിൻ്റെ അമ്മയും കൂടെ മാത്രമേ അല്ലേ എന്ന് വെച്ചിട്ട്. അല്ല അച്ഛാ, അവിടുത്തെ കാര്യങ്ങൾ അങ്ങനെ പതിവ് പോലെ എന്നാ പറയാനാ, നീ പോയപ്പോൾ ആ വീടൊന്നും വീടല്ല, നിന്നെ രോഗത്ത് വിളിക്കാറുണ്ട്, മിനിഞ്ഞാന്നും കൂടെ വിളിക്കാറുണ്ട്, പക്ഷെ അതൊന്നും അവൻ പറയാറില്ല എന്ന് പറയുന്നത്. എനിക്കറിയത്തില്ല അച്ഛാ. പിന്നെ ഭവിതയൊക്കെ എങ്ങനെ? കൃഷ്ണമോളുടെ കാര്യം നിനക്കറിയാലോ, അവൾക്ക് പിന്നെ എന്താണെന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഭവിത അവൾക്ക് പഴയ മൂശാട്ട തുടങ്ങിയിട്ടുണ്ട്. അവൾ എന്ത് പറഞ്ഞാലും ഏത് പറഞ്ഞാലും വൈജയന്തിയുമായിട്ട് ഭയങ്കര വിഷയത്തിലാണ്, അടിയും പിടിയും ബഹളമൊക്കെയാണ്.
ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളോ അവൾക്ക് ദേഷ്യം വരുമ്പോഴത്തേക്ക് ഓരോന്ന് വലിച്ചെറിയുകയും ഇല്ലാതാക്കി കളയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ 3 പേരല്ല, ഞങ്ങൾ 5 പേര് ഒരുമിച്ച് കൂടുന്ന സമയത്ത് അവൾക്കിഷ്ടമില്ല, വൈജയന്തിക്ക് ഇഷ്ടമില്ല. അവള് എപ്പോഴും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാലോ അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് സംസാരിച്ചാലോ അവൾ അപ്പോഴത്തേക്ക് പിള്ളേരെ വിളിച്ചുകൊണ്ട് അല്ല ഭവിതയിലോ അല്ലെങ്കിൽ ഇവളെ കൃഷ്ണമോളെ വിളിച്ച് ഓരോ പണി ഏൽപ്പിക്കുക. പിന്നെ ഇതെല്ലാം കണ്ട് 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 നമ്മുടെ രോഹിത്ത് ഇരിക്കുക. രോഹിത്തിനൊക്കെ എക്സാം എടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഇവളിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് അവർക്കും പിള്ളേർക്കൊന്നും സന്തോഷം പോലും ഇല്ല, ചുവന്നിട്ടില്ല. പിന്നെ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതല്ലേ. അവള് പഴയതുപോലെ അവളുടെ അധികാരം ഏറ്റെടുത്തിട്ടുണ്ട്. അവള് അധികാരത്തിൻ്റെ മേലിലെല്ലാം കഴിഞ്ഞ് കൂടിക്കൊണ്ടിരിക്കുവാണ്. എന്താ ചെയ്യണം ഏത് ചെയ്യണമെന്ന് അവൾക്കും അറിയത്തില്ല. അവൾ കാണിക്കുന്ന എല്ലാ തോന്നിവാസമാണ്. പിള്ളേരെ സന്തോഷത്തോടെ നടത്തണം എന്നുള്ള ചിന്താഗതി ഒന്നും ഇല്ല. എല്ലാവരും വല്ലാത്ത രീതിയിലേക്ക് എന്തെങ്കിലും ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും, പണി ഏൽപ്പിച്ചിട്ട് ആ പണിയുടെ പുറകെ പിള്ളേർ പോവുക, പിന്നെ സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുന്നില്ല. അതൊക്കെയാണ് പറയുമ്പോഴത്തേക്ക് അതൊക്കെ കുഴപ്പമില്ല അച്ഛൻ, ഞാൻ വന്നതിന് ശേഷമല്ലേ ഇതുണ്ടായെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നീ വന്നതിന് ശേഷം മോളെ, നീ വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഇത് തന്നെയായിരുന്നു. അധികാരം കാണിച്ച്, സ്നേഹമാണെന്ന് പറഞ്ഞ് അധികാരം കാണിച്ച് ഓരോ രീതിയിലും വെട്ടിപ്പിടിച്ച് അത് ചെയ്യ് ഇത് ചെയ്യ് അത് ചെയ്യ് ഇത് ചെയ്യ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഇല്ലാതാക്കി, ഞങ്ങളെ മാറ്റി നിർത്തിയൊരു അവസ്ഥയായിരുന്നു അവളുടെ ജീവിതത്തിലുണ്ടായിരുന്നത്. അല്ലാതെ അവളുടെ നാട്ടിലുള്ള സ്വന്തം സ്നേഹം കാണിക്കുന്നൊരു സ്വഭാവം അവൾ കാണിച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പിള്ളേരൊന്നും ഒരു ആളടുത്തും വലുതായിട്ട് അടുക്കത്തില്ല, സ്വന്തം അമ്മയുടെ തന്നെ നിൽക്കത്തുള്ളൂ. പക്ഷെ ഇവള് കാണിച്ചെന്താ, ഇവള് കാണിക്കുന്നത് മുഴുവൻ വേറെ രീതിയിലുള്ള പരിപാടി. അതുകൊണ്ട് ഞാനിത് വലുതായിട്ടൊന്നും കാണുന്നില്ല. ഇവളുടെ രീതിയിലുള്ള നിന്നോട്ടെ, ഞാനത് വലിയ മൈൻഡൊന്നും കൊടുക്കാതൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയണം. പിന്നെ വേറൊന്നും വെച്ചാൽ മനുവേട്ടൻ എന്നാ പറയുന്നത്, മനു ഇവിടെ വന്ന കാര്യമൊക്കെ വലിയ രീതിയിൽ പറയുന്നുണ്ട്. മനു അവിടെ വന്നിട്ടുണ്ടെന്ന്. മനുവിന് ഭയങ്കര സന്തോഷമാണ് എന്നാ നിന്നെ കണ്ടതിലും സംസാരിച്ച് നീ ഇവിടുന്ന് ഫുഡ് കൊടുത്തതും, പിന്നെ തോട്ടത്തിൽ കൊണ്ടുപോയി തോട്ടം അത് ഇത് വെയർ ഹൗസ് അത് ഇതെല്ലാം സ്റ്റോർ റൂം എല്ലാം കാണിച്ചു കൊടുത്തതും. അതായത് എന്നിട്ട് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു മുനുകുമാരി ഇപ്പോൾ ഒരു രാജകുമാരി അല്ലെങ്കിൽ ചക്രവർത്തിയായ ഒരു സ്റ്റേജാണ് നിന്റെ അവസ്ഥ, അത് എത്രമാത്രം നിന്നെ ദൈവം അനുഗ്രഹിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. ഉടനെ പറയുകയാണ്, ഓ അതൊന്നും ഇല്ലച്ചാ, ഞാൻ പഴയ അലീന തന്നെയാണ് എന്ന് പറയുന്നത്. ഇല്ല മോളെ, നിന്റെ സംസാരത്തിലാട്ടെ, പ്രവൃത്തിയിലാട്ടെ, നിന്റെ ജീവിത രീതിയിലാട്ടെ എല്ലാം ഒരുപാട് മാറ്റങ്ങളുണ്ട്. അവന് നിന്റെ കാര്യമൊക്കെ പറയുമ്പോഴത്തേക്ക് 100 നാവ എന്ന് പറയുമ്പോഴത്തേക്ക് അലീനയ്ക്ക് സ്വയം സ്വയം തോന്നുന്നുണ്ട് എനിക്കും സന്തോഷം, അതായത് അലീനെ കാണുമ്പോഴത്തേക്ക് സ്വയം സന്തോഷമുണ്ട്, അല്ല മനുവിനെ കാണുമ്പോൾ എനിക്കും സന്തോഷമുണ്ടല്ലോ എന്നുള്ളത് പറയണമെന്നുണ്ട്. പക്ഷെ പറയാതെ അടക്കി പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ മനുവിനെക്കുറിച്ച് കൂടുതൽ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. മനു വന്നിട്ട് കുറേ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. നിൻ്റെ വിശേഷങ്ങളെല്ലാം പറഞ്ഞു. മനു പിന്നെ ജോലിക്ക് പോയാലും എന്തെങ്കിലും വിളിച്ചിട്ട് അലീനെ വിളിക്കുന്നുണ്ടോ, സംസാരിക്കുന്നുണ്ടോ, നിൻ്റെ കാര്യം മാത്രം ചോദിക്കാനാണ് മനു വേറെ എവിടെയെങ്കിലും പോയാലും ചോദിക്കുന്ന കാര്യം. മാത്രമല്ല ശിവേട്ടൻ്റെ മകൻ, അതായത് ഹരി ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവനും ജാമ്യത്തിൽ ഇറങ്ങുന്നതുകൊണ്ട് ഇതിപ്പം എന്തായിത്തീരും ഏതായിത്തീരും എന്നറിയത്തില്ല. എല്ലാവർക്കും അങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുന്നു. അപ്പം അതിന് ചോദിക്കുന്നുണ്ട്, ശരണ്യെ കാണാൻ പോകാറുണ്ടാവും അച്ഛാന്ന്. ഓ ഇല്ല മോളെ, നീ വന്നതിന് ശേഷം പോയിട്ടൊന്നുമില്ല. അവരും സന്തോഷത്തോടെ ഇരിക്കുമെന്ന് പറഞ്ഞു. വേറെ വിശേഷങ്ങളൊന്നും അവരെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല. അവർ ഹാപ്പി ആയിരിക്കുന്നൊക്കെയാണ് അറിയാനിടയായതെന്നത്. അല്ലെങ്കിൽ വേറെ തെറ്റായിട്ടൊന്നും നടന്നിട്ടൊന്നുമില്ല. എല്ലാം നോർമലായിട്ട് പൊക്കോണ്ടിരിക്കുക. നീ ചെല്ലുമ്പോഴത്തല്ലേ എല്ലായിടത്തും വിശേഷങ്ങളുണ്ടാകുന്നത്. ഇതിപ്പം വിശേഷങ്ങളൊന്നും വേറെ രീതിയിൽ വിശേഷങ്ങളൊന്നും ഇല്ല. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിപ്പുണ്ട് മോളെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നതാണ്. ഇതെല്ലാം കോർത്തിരിക്കുക ഒരു വിശേഷമാണ് അടുത്ത ദിവസം കാണാമെന്ന് വരാനിരിക്കുന്നത്. കാത്തിരുന്ന് തന്നെ കാണാം. നിങ്ങളുടെ ഓരോരുത്തരും സപ്പോർട്ട് ചോദിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.